ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീക്ക് ഇൻ മൈ ലൈഫ്. അപ്പൊ രാവിലെ തന്നെ ഇറങ്ങി. ഇന്നൊരു ഷൂട്ട് ഡേ ആണ്. അടിപൊളി വൈബുള്ള ഒരു ഹോം സ്റ്റേ ആണ്. മാഞ്ഞാലി, കൊച്ചിയിലാണ് സ്ഥലം. അപ്പൊ ബാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല മഴയാണ് ഇവിടെ, ഭയങ്കര ഹെവി മഴയാണ്. ഇതേ കണ്ടില്ലേ? അപ്പൊ ഇവിടുത്തെ ഈ ഒരു വീടിന്റെ സ്ട്രക്ചർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതേ ഇങ്ങനെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. വീട്ടിലോട്ട് പോയാലോ? ഇതേ ഇവര് പണിതിരിക്കുന്ന ഇങ്ങനെ ഒരു ടൈൽസ് വെച്ചിട്ടാണ്. ഞാൻ എൻ്റെ പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെ ഒരു ട്രോളി സെക്ഷൻ. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്, അതായത് നമ്മുടെ ഹോസ്റ്റലിലൊക്കെ നമ്മൾ കാണുന്ന പോലെ 3 ബെഡ്. ഇത് 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ് ഒരുമിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കൊരു 6 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ഒരു റൂം, ഒരു ഹാഫ് ബെഡ് തന്നെ എടുത്തു. പിന്നെ ഇങ്ങനൊരു വിൻഡോ. അത് കഴിഞ്ഞിട്ട് മറ്റൊരു റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. അതിനൊരു ഡോർ മാത്രമേ ഉള്ളൂ. ഇവിടെയും ഇതേപോലെ 2 ബെഡ് കൊടുത്തിട്ടുണ്ട്. നല്ല റൂമാണ്. ഫിനിഷിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു AC. ഇവിടെ AC ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വാഷ്റൂം എടുത്ത് പറയണം, കാരണം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം പോലെ വലിയൊരു വാഷ്റൂമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വിൻഡോ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കുള്ള വ്യൂ ബ്യൂട്ടിഫുൾ. അത്ര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇത് നോക്കിക്കേ. ഇവിടെ നമുക്ക് കയാക്കിങ്, അതേപോലെ തന്നെ കുറേ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാൻ പറ്റും. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഇവിടുത്തെ വ്യൂ ആണ്. ഞാൻ ഇവിടുത്തെ വിൻഡോ ഇത് തുറന്ന് കാണിക്കാം. ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതേ നോക്കിക്കേ. കയാക്കിങ്, ബോട്ടിംഗ്, അതേപോലെ തന്നെ ഫിഷിങ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ലൊക്കേഷൻ വന്നിട്ട് മാഞ്ഞാലിയാണ്, മറക്കണ്ട കേട്ടോ. നമ്മുടെ കടല് പോലെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന പുഴയാണ്. ഇത് നോക്കി, ഭയങ്കര രസമുണ്ട്. അപ്പൊ ഇന്നത്തെ ഷൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിവിടെ രാവിലെ 7:15 എത്തി. കുറച്ച് അകത്തോട്ടാണ്. ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഫീല് കിട്ടുന്നൊരു സ്ഥലമാണിത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ ഇവിടെ AC ഒന്നും വേണ്ട. ഇവിടുത്തെ തണുപ്പ് ഭയങ്കര തണുപ്പാണ് ഗൈസ്. അതേപോലെ തന്നെ വ്യൂ ആണെങ്കിൽ നമ്മളിങ്ങനെ കുറേ സ്ട്രെസ്സൊക്കെ ആയിട്ട്, ജോലിയുടെ സ്ട്രെസ്സും വീട്ടിലെ സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു സ്പേസ്. ഇവിടെ വന്നാൽ നമുക്ക് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. എനിക്കത് കിട്ടി. അപ്പം മറക്കേണ്ട സ്ഥലം ബാക്കി നമുക്ക് കാണിച്ചു തരാം. സത്യം, ബാക്കി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ലൊക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്യാം. കായൽ കണ്ടുകൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ മുട്ടക്കറി ഉണ്ട്. മുട്ട ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടുകടല എന്നാണ് നിങ്ങൾ പറയുന്നത്, വെള്ളക്കടല. ഞാൻ വെള്ളക്കടല കണ്ണൂർ പറയും. അങ്ങനെ വെള്ളക്കടല. പിന്നെ ഇടിയപ്പം നല്ല ചൂടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പുട്ടാണ്. പുട്ട് ചൂട് പോവാതിരിക്കും കാസറോളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കായൽ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. കായലല്ല, പുഴ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. ചിലർക്കിത് കായലാണ്, ചിലർക്കിത് തോടാണ്, ചിലർക്കിത് പുഴയാണ്. ഇത് വേറൊരു പ്രോപ്പർട്ടി. നമ്മുടെ ക്യാമറമാനാണ് കേട്ടോ ഇത്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ആൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയും ചില മനുഷ്യർ. എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തട്ടെ. പേര് പറയേച്ചി. ഹലോ, സന. സന ചേച്ചി. ഹായ്, ലക്ഷ്മി. ലക്ഷ്മി. ഹലോ, ആദിത്യ. പിന്നെ ഞാനും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം. ഇതുപോലെ നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് മാറി ഒരു പുഴയുടെ തീരത്ത് ഒരു ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് ലൈഫ് ഒരു ഡേ പോയാൽ എങ്ങനെ ഇരിക്കും? കൊള്ളട്ടെ, ചെയ്യൂ. റബ്ബർ ബാൻഡ് ബാക്കോട്ടാക്കിയിട്ട് ഇട്ട വിടല്. ഇങ്ങനെ വലിച്ചു വിട്ടോക്ക്.
ബാക്കോട്ട് വലിച്ചിട്ട് ഒറ്റ വിടല്. ഇതിനകത്തന്നെ വിളിക്കണ്ടുള്ളൂ. ആ 10 കൊള്ളിക്കണം കേട്ടാ. അയ്യോ പോസായിരുന്നല്ലേ. ശക്തിയേറിയ വാശിയേറിയ മത്സരത്തിൽ 10 കൊള്ളുമയില്ല. ഒരു നേക്ക് പോട്ടെ. 7 കൊണ്ട്. ഓക്കെ ട്രൈ. ഓക്കെ എന്തൊക്കെ ആരൊക്കെ ഓക്കേ. ഗൈസ്, നമ്മളപ്പോ ഇന്ന് കാണാൻ പോകുന്നത് ഷിനി ചേച്ചി അമ്പ ചെയ്യുന്നതാണ്. അത് പറഞ്ഞു കൊടുക്കുന്നത് രായി ചേച്ചിയാണ്. പോയി 10 കളിക്കും 10. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. നോക്ക് ഞങ്ങൾ ശിക്കാര റൈഡിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചൂണ്ടയിടാൻ പോവാണ്. ചൂണ്ട എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ദേ എല്ലാരും ഓരോ ചൂണ്ടയായിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. ചേച്ചി താങ്ക് യു. ചേച്ചിക്ക് ഇപ്പൊ ഞാൻ അയക്കുന്നതാണ്. എനിക്ക് അയച്ചേ ഫോട്ടോ അയച്ചേ. ചെക്കനെ ഇഷ്ടായി. എന്നിട്ട് സഹിക്കാൻ വയ്യേ. എന്താ ചേച്ചി അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അയച്ചിട്ടുണ്ട് ഫോട്ടോസ്. അതെ വന്നപ്പോ തന്നെ കക്കി എറിച്ചത് അടിപൊളി. വായിന്ന് വെള്ളം വന്നു. അടിപൊളി. കക്ക ഭയങ്കര ഇഷ്ടം. അപ്പോഴും എടുത്തോണ്ട് കടിച്ചോട്ടെ. താങ്ക് യു താങ്ക് യു. പച്ചമോരുണ്ടോ?
ഇത്ര ഒഴിക്കണ്ട. മീൻ വറുത്തതൊന്നും എടുത്തോട്ടെ. വേറൊരു കറി വരാനുണ്ടല്ലോ, ഒരു മഞ്ഞ. ഒരു പരിപ്പാണോ? ഓക്കെ അല്ലേ? ഞാനിപ്പോ വന്നുള്ളൂ. ഒഴിച്ചോളും ഒഴിച്ചോളും. ഞാൻ ഈച്ചോട്ടെ നിങ്ങൾ എടുത്തു സ്റ്റോറേജ് ഫുള്ളായി. അയച്ചോടത്തോളം പുള്ളിക്കാരിക്ക്. ഞാൻ പറഞ്ഞില്ലേ കാര്യത്തോടെ മാറും. ചേച്ചി ബാക്കിൽ നീണ്ട് ചേച്ചി നീന്നല്ലേ അറിഞ്ഞൂടെ? ഇത് നോക്കിയേ പാൽ ഇങ്ങനത്തെ വീട് എടുത്തല്ലോടെ. അതോളാം ഇവിടെ ചെടി വെക്കാം ചേട്ടാ. ഇരിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് അബൌട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 ഫ്രണ്ട്സ് പോയത് ഷിക്കാര റൈഡിലായിരുന്നു. എനിക്കൊന്ന് കേരളത്തിൽ ഇത് കുറവാണ്, ആലപ്പുഴയിലൊക്കെ ഉണ്ട്, പക്ഷെ കൊച്ചിയിൽ ഇത് റെയറാണ്. അപ്പം ഭയങ്കര അടിപൊളിയായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിങ്ങനെ വീട്ടിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ റിലാക്സ് ആയിട്ടൊരു ഷൂട്ട്, അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. കുറെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ കൂടെ ഇങ്ങനെ മിങ്കിൾ ചെയ്തിട്ട് നല്ലൊരു ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്കിന്റെ ഔട്ടും കൂടെ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി എന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചപ്പെടുത്തണം എന്നൊരു സജഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാട്ടോ. അപ്പൊ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ.
കോസ്റ്റ്യൂം ഇടുമ്പോഴും ഫിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡേ 2 പോയാലോ. സെക്കൻഡ് ഡേ ആണ് കേട്ടോ, ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി സെക്കൻഡ് ഡേ. അപ്പം ഞാൻ പോകുന്നത് മാംഗ്ലൂരിലാണ്, കർണാടക ബോർഡർ എന്ന് പറയും. അപ്പം നമ്മുടെ സൗത്തിലെത്തി, അവിടെ നിന്നാണ് ഞാൻ പോകുന്നത്. ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ ബുക്ക്ഡ് ആണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതാ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഭവം നമ്മൾ ലൊക്കേഷനിലെത്തി, ഇനി അവർ പിക്ക് ചെയ്യാൻ വരും. എനിക്ക് ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും പല ആളുകൾ, പല ടോക്കുകൾ, എനിക്ക് ഒന്നും അങ്ങനെ എൻ്റെ ലൈഫിൽ മറന്നു പോകാത്ത കുറേ എക്സ്പീരിയൻസ് ആണ്. AJ ഗ്രാൻഡ് എലൈറ്റ് ഹോട്ടലെത്തി. അപ്പം എൻ്റെ ഫേവറേറ്റ് നമ്പർ 306 എനിക്ക് എപ്പോഴും കിട്ടുന്നത് കേട്ടോ. അതവിടെ നമ്മുടെ റൂമിലോട്ട് കയറുവാണ്. നൈസ്. ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാരണം ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് എന്താണെന്ന് നോക്കാം. പൂൾ, വലിയൊരു പൂളാണ്, വലിയൊരു പൂള്. അതേപോലെ തന്നെ റോഡ്, ഭയങ്കര രസമുള്ളൊരു സ്ഥലം. ഗ്രാൻഡ് എലൈറ്റ് ഹോട്ടലിൻ്റെ ഒരു ചെറിയ ഹോം ടൂർ എന്നല്ല, ഹൗസ് ടൂർ. എനിക്ക് മോർണിംഗ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതൊന്നും ഉണ്ടാവാറില്ല. എങ്കിലും ഞാൻ ഹാപ്പി ആയിട്ട്, ഞാനൊരു കംപ്ലൈൻറ്റും പറയാത്ത ഒരാളാണ്. എന്ത് കിട്ടിയാലും ഞാൻ ഓക്കെ ആവുന്ന ഒരാളാണ്. എന്തിനോടും കോംപ്രമൈസ് ചെയ്യുന്ന, ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു പിടിവാശിയും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ഞാൻ എന്ന് സത്യം ഞാൻ ഇടക്കിടക്ക് മനസ്സിലാക്കാറ്. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാന്നും കൂടെ പറയണ്ടേ. ബി ദ ബിന്ദു ബ്രൈഡ് എന്ന ജ്വല്ലറിയുടെ ഒരു പെജന്റ് ഷോ നടക്കുവാണ്. അപ്പൊ ആസ് എ ജഡ്ജ് ആയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ കുറെ കുട്ടികളുടെ ഫാഷൻ ഷോ ഉണ്ടാവും. അപ്പൊ എന്റെ കുറച്ച് മൊമെന്റ്സ് ഉണ്ടാവും. എല്ലാം ഞാൻ വഴിയെ കാണിക്കാം. I'm sure you have gone to many of the pageants and you're a very busy person in the fashion industry. So this is a unique concept. So there are aspiring models and also the contestants of Be the Bindu Bride contest. Hi everyone, my name is Disha and I'm currently 18 years old. I finished my second PU. I went there and I got second runner-up, and that's where I built my confidence. And then I went international. I met so many people. Yashaswini was my judge there, and now I am the judge here, and it's a long journey. Thank you. I did a movie, Pili Panja. I was the lead character. ഇന്നത്തെ ഇവിടുത്തെ ജൂറി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ഞങ്ങളാണ്. ഷെട്ടി, ഷിനു, അതേപോലെ തന്നെ 2 മിസ് യൂണിവേഴ്സ് കോണ്ടസ്റ്റൻസ് ആണ്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഇന്ന് ഇവിടെ എന്ത് ചെയ്യുന്നത്, അതുപോലെയാണ് കോണ്ടസ്റ്റൻസിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. അതേപോലെ തന്നെ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ, ജസ്റ്റ് വാഷ്റൂം ഗേൾസ് തിങ് ആണല്ലോ, എപ്പോഴും വാഷ്റൂമിൽ പോകുമ്പോൾ നമ്മളൊരു സെൽഫി അല്ലെങ്കിൽ വീഡിയോ എടുക്കാറുണ്ടല്ലോ, അതാണ്. അപ്പം തിരിച്ചു വന്നു. എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കോമ്പറ്റീഷൻ മോഡ് സ്റ്റാർട്ടാകുവാണ്. നമ്മുടെ ജൂറി ഭരത് ഷെട്ടി സാറിന് കുറേ പേരെങ്കിലും അറിയായിരിക്കും. അദ്ദേഹം കന്നഡയാണ്, അതായത് ബാംഗ്ലൂരിയാണ്. മലയാളം കുറച്ച് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ 4 പേരും ഒരുപോലെ ഡിസൈഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ ജൂറി മെമ്പേഴ്സിന് ഇടയ്ക്കുള്ള കുറച്ച് കുഞ്ഞു കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിലും ഇതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, നോൺ മലയാളീസിൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങളുടെ പ്രയാണം ആരംഭിക്കുകയാണ്.
And we have Soumya Mohan, who's a part of but all the participants are honorable to our certificate and remember to look photo. We have from Bindu Jewelry. You can just win the collections. And yes, Rahina wants to. So this is the beautiful. അങ്ങനെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് മംഗളൂരിൽ നിന്ന് കൊച്ചിയിലോട്ട് പോയിട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കും എനിക്ക് റെസ്റ്റ് ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. എനിക്ക് വേറൊരു ഷൂട്ട് ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആയതുകൊണ്ട് തന്നെ, കമ്മിറ്റ്മെന്റ് ഇഷ്യൂ എനിക്ക് ഭയങ്കര ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പോവുകയാണ്. प्लेटफॉर्म क्रमांक 3 पर आई। For the kind attention of passengers, train number 10215 from Malgaon to Ernakulam, weekly superfast express will arrive shortly on platform number 3. प्रयाणिकरे ದಯವಿಟ್ಟು ಗಮನಿಸಿ, ರೈಲು ಗಾಡಿಯ ಸಂಖ್ಯೆ 10215 ಮೂರರಿಂದ ಬಾಂಬೆ ಕ್ಷೇತ್ರದಲ್ಲೇ ಆಗಮಿಸಲಿದೆ. यात्रियों कृपया ध्यान दें, गाड़ी संख्या 10215 मडगांव से चलकर एर्नाकुलम को जाने वाली मडगांव एर्नाकुलम वीकली सुपरफास्ट एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आई। അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്നിങ്ങനെ ഇന്നത്തെ ഷോ കഴിഞ്ഞു. മാംഗ്ലൂരിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് മോഡൽസും എല്ലാവരും കുറേ പേരെ പുതിയ ഫേസസ് പരിചയപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ. അങ്ങനെ ഡേ 3 ഇവിടെ ആരംഭിക്കുകയും ഡോറയുടെ പ്രയാണം ഇവിടെയും അവസാനിക്കുന്നത്. ഡോറ പടികൾ കയറിക്കൊണ്ട് എവിടേക്കാണ് പോകുന്നത്? ഡോറ എത്തിയിരിക്കുന്നത് ടോണിയൻ ഗൈ എസെൻഷ്യൽസിലാണ്. രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തി, ഉറക്കൊന്നുമില്ല കേട്ടോ. വന്നു, ഇരുന്നു, ടോണിയൻ ഗൈ ഒന്ന് ജസ്റ്റ് നോക്കി. ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് അവർ എനിക്ക് തന്നു, ഒരു ബോട്ടിൽ വാട്ടർ. അതും കുടിച്ച് ഞാൻ എന്റെ ഹെയർ വാഷിനായി നടന്നുപോയി. അപ്പം ഏറ്റവും ഗേൾസിനായാലും ബോയ്സിനായാലും ഏറ്റവും റിലാക്സിംഗ് ആയിട്ട് മൈൻഡും ബോഡിയും ഈ ഒരു മസാജ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഉത്തരാഖണ്ഡുകാരനായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും എത്ര ആൾക്കാർ സാഡ് ആണെങ്കിലും അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവർ ഏതും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എത്ര വലിയ സ്ട്രേഞ്ചറും ആയിക്കോട്ടെ. I see. अच्छा. അങ്ങനെ തേർഡ് ഡേ ഞാൻ വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് എന്നെ അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഉത്തരാഖണ്ഡുകാരൻ നന്നായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഇവിടെ ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ഓരോ പ്രോസസ്സും ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നി. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് തവണ ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ഓരോ മുഖങ്ങളും ഒരു സ്ട്രേഞ്ചർ ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് നേരത്തെ അറിയുന്ന കുറെ പേര്.
അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലാണ്, ഒരു മടുപ്പോ അങ്ങനെ ഒന്നുമില്ല. ഒന്നാമത് ഞാൻ ഉറങ്ങിയിട്ടില്ല, അതാണ് സത്യം. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്റെ മുടി പിടിച്ചു വലിക്കുന്നു. നല്ല പെയിൻ ആയിരുന്നു, കാരണം നമ്മളെ സ്കാൽപ്പ് അത്രയും ഹെൽത്തി അല്ലെങ്കിൽ അതല്ല, നമ്മുടെ മുടി തിന്നിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തലയോട്ടേക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. എനിക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒന്നത് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ വയസ്സങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണല്ലോ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഒരു ഷൂട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവർ ഹെയർ സ്റ്റൈൽ ചെയ്യും. അപ്പൊ ഒന്നാമത് ട്രീറ്റഡ് ഹെയർ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ ഒരു പ്രൊഫഷനിൽ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അപ്പൊ എന്ത് വില കൊടുത്തും അത് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ഡ്യൂട്ടി. ഒരു പ്രൊഫഷണൽ വേ കീപ്പ് ചെയ്യുക, അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാതെ ഇത് വേറെ ഒന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. എനിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എന്റെ പ്രൊഫഷനിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഡോറ 4ാമത്തെ പ്രയാണം തുടങ്ങി. അതായത് ഇന്ന് എനിക്ക് റെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ഞാന് വീണ്ടും ഇറങ്ങി. ഇന്ന് എന്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു സോണി പ്രൊഫഷണൽ ക്യാമറയുടെ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടാണ്. ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന എയർപോർട്ട് സൈഡിലാണ്. രാവിലെ തന്നെ ഊബർ പിടിച്ചിറങ്ങി. എനിക്ക് ചെറിയൊരു പനിയൊക്കെ വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ഇറങ്ങി. ഇപ്പൊ വന്നിരിക്കുന്നത് പോർട്ട് മുസ്രീസിലായിരുന്നു. അപ്പൊ ഇന്ന് സോണിയുടെ ഒരു വർക്ക്ഷോപ്പാണ്. ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല. എനിക്കറിയാം, 2nd ഫ്ലോർ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതേ എന്റെ സാരി 204. അപ്പൊ റൂം ടൂറിലേക്ക് പോയാലോ? പെട്ടെന്നൊരു റൂം ടൂർ. അയൺ ബോക്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു റൂമിൽ അയൺ ബോക്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഒരു ബാത്റൂം. ഇതേ നല്ലൊരു റൂം, നല്ല ആംബിയൻസിൽ കുറച്ച് ആർട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടി വി ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ടി വി കാണാൻ ഇവിടെ എന്തായാലും ടൈമില്ല. നല്ല ഭംഗിയുള്ളൊരു ഒരു മിനി ഹോം പോലെ ഉണ്ട്. റൂമാണെങ്കിലും ഇതൊരു ഹോമായിട്ട് ഫീൽ ചെയ്യുന്നു. ഇത് മേക്കപ്പ് ചെയ്യാം. അങ്ങനെ ഞാൻ തന്നെ എന്റെ മേക്കപ്പ് ചെയ്തു. ഹെയർ സ്റ്റൈലിസ്റ്റ് ഞാൻ തന്നെയായിരുന്നു, എല്ലാം ഞാൻ തന്നെയായിരുന്നു. അപ്പൊ സാരി മാത്രം എന്റെ ഫ്രണ്ട് ഉടുപ്പിച്ചു. വാഷ്റൂം സെൽഫി എടുക്കാൻ ഞാൻ മറന്നില്ല ഗൈസ്. അങ്ങനെ എനിക്ക് ഇന്നത്തെ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നത് എന്റെ ഹെയർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. രണ്ടാമത്തത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചെറിയൊരു പനിയുടെ പറ്റിയില്ല. പുറത്ത് എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് 3 മണിക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ലഞ്ച് എന്തൊക്കെയാണോ കയ്യിൽ കിട്ടുക ഞാനതൊക്കെ വാരിയെടുത്ത്. പായസം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലാത്ത പായസമായിരുന്നു, പക്ഷെ ഞാൻ അഡ്ജസ്റ്റബിൾ ആണ്. ഞാൻ പായസം കഴിച്ചു, അതേപോലെ തന്നെ ചോറ് കുറച്ച് കഴിച്ചു. ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അത് കുറച്ചെടുത്ത് കഴിച്ചു. എല്ലാം കൊണ്ടും ഞാൻ ഓക്കെ ആയിരുന്നു. അതായത് നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ, അതാണ് മെയിൻ റീസൺ. പിന്നെ ആൾക്കാരും നല്ലതായിരുന്നു കേട്ടോ. അവിടുന്ന് ഞാൻ ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. ഞാൻ വർക്ക് ചെയ്യുക, പോവുക, ഇതൊക്കെ എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ പോലെയാണ് കേട്ടോ. പോർട്ട് മുസ്രീസിൽ നമ്മുടെ റൂംസാണ് ഇതൊക്കെ. ഇതേ കുറേ ലോങ് ആയിട്ട് കുറേ റൂംസ് ഉണ്ട്. അപ്പം എൻ്റെ ഇത് ലോക്കായിപ്പോയി 204. കാരണം നമ്മുടെ 12 കഴിയുമ്പോഴത്തേക്ക് ഒരു റിന്യൂ ചെയ്യാമല്ലോ. അതെ, അങ്ങനെ ഇന്നത്തെ 4th ഡേ അവസാനിച്ചു. അപ്പൊ ഞാൻ ഊബർ ബുക്ക് ചെയ്ത് ഊബർ ഏട്ടൻ വന്നു, ഞാൻ കയറി. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പ്രൊഫഷൻ ഇതിനകത്തോട്ട് വന്നപ്പം എന്താണ്, എങ്ങനെയാണ്, അവർ കുറെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിച്ചവരുണ്ട്. അപ്പൊ ഞാൻ ഒറ്റ ഉത്തരത്തിൽ പറയാം, നിങ്ങൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടാവും, സ്ട്രെയിൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡി ആവണം. അതായത് മന്ത്ലി ഇൻകം നിങ്ങൾക്ക് റെഗുലർ ആവണമെന്നില്ല, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ചിലപ്പം ഉറക്കം പോലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെല്ലാം ഏറ്റെടുക്കാൻ റെഡിയാണോ, നിങ്ങൾ സക്സസ് ആവും. അങ്ങനെ ഡേ 5 ആരംഭിച്ചു. ഞാൻ രാവിലെ 7 മണിക്ക് തന്നെ ഇറങ്ങി. അപ്പൊ ഒന്നും പറയാനില്ല, കുളിച്ചു, പല്ല് തേച്ചു, ഡ്രസ് ഇട്ടു, നേരെ ഇങ്ങോട്ട് പോന്നു. അത്രയേ ഉള്ളൂ. രാവിലെ തന്നെ ഒരു ഓട്ടോ കിട്ടി, ഊബർ ഓട്ടോ ആണ്. രാവിലെ തന്നെ ഓട്ടോയിൽ പോയി നേരെ പോകണം. ചെങ്ങന്നൂർ
ചെങ്ങന്നൂരേക്ക് ടിക്കറ്റ് എടുത്തു. ഈ ഒരു 6th ഡേ ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് റിലാക്സ്ഡ് ആയി. കാരണം ഇനി നെക്സ്റ്റ് ഡേ ഞാൻ ഫ്രീ ആണ്. അപ്പൊ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെങ്ങന്നൂരിലോട്ട് പോകുന്നത്. ആകെ അറിയുന്നത് അവിടെ കുറച്ച് മലയാളികൾ ഉണ്ടാവും. കേരളത്തിലെ ഒരു സ്പേസ്, അതായത് സ്പോട്ടാണ്. രാവിലെ ഒരു ദോശ പൊതിഞ്ഞ് മേടിച്ചു. കുറെ ദിവസമായി ഞാൻ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴിച്ചിട്ട്. അപ്പൊ ഞാൻ ചെങ്ങന്നൂരെത്തി. അവിടുത്തെ വർക്ക് നന്നായിട്ട് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറെ നിഷ്കളങ്കരായ ആളുകളായിരുന്നു. അപ്പം പിക്ക് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. പിക്ക് ചെയ്യാൻ ആള് വന്നു. ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഞാൻ അതിനകത്ത് കയറി. അങ്ങനെ പ്രിയ ഹോട്ടലിൽ വെച്ച് ഷൂട്ട് നടന്നു. അതൊന്നും ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു ഷൂട്ടും നന്നായിട്ട് ദൈവം സഹായിച്ചിട്ട് അടിപൊളിയായിട്ട് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഒരു 6th ഡേ ഉറക്കമില്ലാത്ത ഭക്ഷണമില്ലാത്ത ദിവസങ്ങളായിരുന്നു. ബട്ട് ഐ ആം ഓക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ, കുറെ കഷ്ടപ്പെടുന്നുണ്ട്, ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല, പക്ഷെ ഷൂട്ട് ചെയ്യുന്ന നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. ഞാൻ ജംഗ്ഷനിൽ നിന്നും ഊബർ ബുക്ക് ചെയ്തപ്പോൾ ചേച്ചിയാണ് വന്നത്, ഒരു ഓട്ടോ ഓടിക്കുന്ന ചേച്ചി. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇവരൊക്കെ എന്തോരം ലൈഫിൽ കഷ്ടപ്പെടുന്നുണ്ടോ, ഞാനൊന്നും ഒന്നുമല്ല.